യുഎസിന്റെ നിർദ്ദേശം തള്ളിയതായി സുഡാൻ സൊമാലിലാൻഡ് അധികൃതർ വ്യക്തമാക്കിയെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചർച്ച നടന്നതായി സൊമാലിയ സ്ഥിരീകരണം നടത്തിയിട്ടുമില്ല. റിപ്പോർട്ടിനോട് ഇസ്രയേലും യുഎസും നിലവിൽ യാതൊരു പ്രതികരണം നടത്തുകയും ചെയ്തിട്ടില്ല. സൊമാലിയയിൽ നിന്നും വിഘടിച്ചു പോയ പ്രദേശമാണ് സൊമാലിലാൻഡ് എന്നത്. ദീർഘകാലമായ ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന തരിപ്പണമായ സുഡാനിൽ ആഭ്യന്തര അഭയാർത്ഥികൾ 1.2 കോടിയോളമാണ് വരുന്നത്. പാലസ്തീൻകാരെ കുടിയൊഴിപ്പിച്ച ശേഷം ഗാസ ഏറ്റെടുത്ത് കടലോര ഉല്ലാസ കേന്ദ്രമാക്കുവാനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൈക്കൊള്ളുന്ന പ്രധാനപ്പെട്ട പദ്ധതി. ഈ മാസം ആദ്യം നടന്ന അറബ് ഉച്ചകോടി പാലസ്തീൻകാരെ കുടിയൊഴിപ്പിക്കാതെയുള്ള ഗാസ പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം നൽകുകയുണ്ടായി. അതേസമയം തന്നെ സ്വന്തം മണ്ണ് വിട്ട് എങ്ങോട്ടും പോകില്ലെന്ന് പാലസ്തീൻ സംഘടനകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പാലസ്തീൻകാരെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റി പാർപ്പിക്കാൻ യുഎസും ഇസ്രയേലും ചേർന്ന് പദ്ധതി തയ്യാറാക്കിയ തരത്തിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതേസമയം തന്നെ ഗാസയിൽ ജീവനോടെ ശേഷിക്കുന്ന ഏക അമേരിക്കൻ ബന്ദിയായ ഈഡൻ അലക്സാണ്ടറെ വിട്ടയക്കാമെന്നും ഹമാസ് സമ്മതിക്കുകയുണ്ടായി. മാത്രമല്ല 4 ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറുന്നതാണ്. US പ്രതിനിധി ആദം ബൊലാറുമായി ഹമാസ് നേതാക്കൾ നടത്തിയ ചർച്ചയിലായിരുന്നു ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരുന്നത്. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച ആരംഭിക്കുന്നതിന് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.